ഉത്തർപ്രദേശിൽ വരുന്നവർ ആദ്യം കാണേണ്ടത് ലക്നൗ റെസിഡൻസി ബ്രിട്ടീഷ് റെസിഡൻസി കോംപ്ലക്സ്. അതെ, ഒരു ഹിസ്റ്റോറിക്കൽ കോംപ്ലക്സ് ആണ്. ബ്രിട്ടീഷ് റെസിഡൻസി 1780 മുതൽ 1800 വരെ അഞ്ചാമത്തെ നവാബ് ഓദ പണി കഴിപ്പിച്ചു. ഈ റെസിഡൻസിക്ക് ഉള്ള ഇമ്പോർട്ടൻസ് ഒന്നാം ഇന്ത്യ സ്വാതന്ത്ര്യ സമരം 1857 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരായി കമ്പനി സൈന്യത്തിലെ ഇന്ത്യക്കാരായ ശിപായിമാർ എന്ന് വിളിക്കപ്പെടുന്ന ഭടന്മാരും കുറച്ച് നാട്ടുരാജാക്കന്മാരും ഡൽഹി ബഹദൂർ ഷായെ അവരുടെ രാജാവായി അവരോധിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. സമരവും യുദ്ധവും തുടങ്ങി. ആ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ശിപായി കലാപം എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ ഉള്ളിൽ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് താമസിക്കാനും അവരുടെ എല്ലാ ജീവിത ആവശ്യം നിറവേറ്റുവാനും സൗകര്യമുള്ള കെട്ടിടങ്ങളായിരുന്നു. വളരെയധികം ഏക്കർ സ്ഥലങ്ങളിൽ പരന്നു കിടക്കുന്ന കെട്ടിടങ്ങൾ. എന്തോരം കെട്ടിടങ്ങളുണ്ടെന്ന് ഇപ്പോഴും ആർക്കും നിശ്ചയമില്ല. അന്നത്തെ കലാപത്തിൽ കുറച്ച് തകർന്നിരുന്നെങ്കിലും അതെല്ലാം പുതുക്കിയെടുത്തിരുന്നു. എന്നിട്ടും ഈ കെട്ടിടങ്ങൾ തകർച്ചയിലേക്ക് നമ്മുടെ സർക്കാർ വിട്ടുകൊടുത്തത് എന്താണാവോ? ഇനിയെങ്കിലും ഈ കെട്ടിടങ്ങൾ പഴയതുപോലെ പണിത് ഇന്ത്യക്കാർക്ക് ഒരു സ്മാരകമായി നിലനിർത്തിക്കൂടെ? വേണ്ടതാണ്. ഈ കെട്ടിടത്തിനകത്ത് ബ്രിട്ടീഷുകാർക്ക് വേണ്ട ആശുപത്രി, ട്രഷറി, പോസ്റ്റ് ഓഫീസ്, പള്ളി, സെമിത്തേരി എല്ലാമുണ്ട്. പള്ളിയെല്ലാം തകർന്നു പോയിട്ടുണ്ട്. സെമിത്തേരിയും ഇപ്പോഴും നല്ല ഭംഗിയായി നിലനിൽക്കുന്നു. എല്ലാവരും ഇവിടെ പോയി കാണേണ്ടതാണ്. ഈ ട്രഷറി അല്ല, ഈ ബ്രിട്ടീഷ് റെസിഡൻസി ഇനിയും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും വരുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾ കണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ശല്യമഫ്. ഉത്തർപ്രദേശ് ബ്രിട്ടീഷ് റെസിഡൻസി ഒരു ദിവസം കൊണ്ട് കണ്ടു തീരാൻ സാധിക്കുകയുള്ളൂ.